ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കരാമയിലാണ് വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ കൊളീഗ്സും കൂടെ കരാമയിലെ റമദാൻ മാസത്തിൽ മാത്രം നടക്കുന്ന സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് അവിടെയുള്ള വിശേഷങ്ങൾ ഇനി അങ്ങോട്ട് കാണിച്ചു തരാം ഞങ്ങൾ. ഓക്കെ. We break, make it seem like we feel the same. We love what we hate. We lie, but we know we can't water what doesn't grow. Give up, let it go. But we fell apart just in time. പരിപാടി കഴിഞ്ഞു ഗൈസ്. പുള്ളി വിശപ്പിന്റെ അസുഖമുള്ള ആളാ. പോട്ടെ ആയിരിക്കുമല്ലോ. എന്താടാ അടഞ്ഞു കിടക്കുന്ന ബിൽഡിംഗ് കയറിയിട്ട് അവൻ ചോദിക്കൂ ഗൈസ്, ചോദിക്കൂ. മിണ്ടരുത് ഇവിടെ. ഓക്കെ, രേഖ ഇന്നലെ പോയാൽ മതിയായിരുന്നു. ഞായറാഴ്ച തീർന്നു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ചായ വാങ്ങിച്ചു കൊടുത്താൽ തീരാന്ന് പ്രശ്നമില്ല. കഴിഞ്ഞു. ചായ കുടിക്കാൻ പറ്റിയ സ്ഥലത്തിരുന്ന് ചായ കുടിച്ചിട്ട് പോവാം. ചോറേന്ന് എന്നാ പോട്ടെ. ചായ കുടിക്കാൻ പറ്റിയ സ്ഥലത്തോട്ട് പോട്ടെ. വണ്ടി വിട്ട് നമ്മൾ ഏതോ ചായക്കടയിലോട്ട് പോവുകയാണ് ഗൈസ്. അനീസിന്റെ ചായക്കട. അതെ, നമുക്കത് വിധിച്ചിട്ടില്ല. പോട്ടെ. മുന്നിൽ വഴികാട്ടിയായി ശ്രീജിത്തും തോഴനായി അനീസും നടന്നോളൂ. പിന്നാലെ ഉണ്ട്. അയ്യ, സർവത്താണോ? ചായ ഒന്നുമില്ല. ചായ ചായ മതി. ചായ അങ്ങനെ കുടിക്കാറില്ല. ചായ കുടിക്കാം. ഹണി റോസ് ബോച്ച ഇവിടെ ഇല്ലാത്തോണ്ടായിരിക്കും. ബോച്ചയുണ്ടോ? അങ്ങനെ ഹണി റോസും ബോച്ചയും ഒന്നിച്ച് ഗൈസ്. തന്നില്ലേ മോശം. ഹായ് വരട്ടെ. 2 സ്പൂൺ റാ. വേണ്ട ഇങ്ങനെ സ്പൂണ് നേട്ടോ.
Of course. हाँ ഫോട്ടോഗ്രാഫി, ഭയങ്കര ഫോട്ടോഗ്രാഫി. പോസ് ചെയ്യുന്ന പോസ് നോക്ക്. ഡാ എന്ത് പോസാടാ ഈ പോസ്? താഴെ ആരാ ഇരിക്കുന്നത് നിന്റെ? ഭയങ്കര ഓറം. അറിഞ്ഞൂടാ, നോക്കണം. തൂക്കിടക്കും. എടുത്തോളൂ. പട്ട സാരില്ല. പറയുന്നത് ഇവിടെ ഫംഗസ് എന്നാണ്. കടക്കാര് കേക്കണ്ട. മേലത്തെ ഭാഗം തിന്നണ്ട. മേലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്തോളെ. അത് കിട്ടി. മറ്റേ മിസ്റ്റർ ബട്ട്ലറിലെ ആ ഫുഡ് ഉണ്ടാക്കുന്ന ലിഫ്റ്റിനകത്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴുള്ള ടൂണിനാണ് അവൻ കട്ട് ചെയ്യുമോ? കട്ട് ചെയ്യാനോ? ഞാനിരുന്ന് ആദ്യം സെൻസർ ചെയ്യും. അത് കഴിഞ്ഞ് എന്റെ വൈഫിന് അയച്ചു കൊടുത്ത് അവളും കൂടെ സെൻസർ ചെയ്യും. എന്നിട്ടേ ബാക്കി അപ്ലോഡ് ചെയ്യുള്ളൂ. കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞു. അവിടെ ആയിരുന്നു ഷോ എന്നാ അവൻ പറഞ്ഞത്. ഡൈനാമൈറ്റ് ചിക്കൻ പൊട്ടിത്തെറിക്കും. ഇപ്പൊ നമ്മളെ ഈയിടെ പോയല്ലേ സെക്യൂർ പാർക്കില്, അവിടെ പോകുമ്പോ മറ്റേ ആ ചേച്ചി പാടുന്നതിനകത്ത് ഒരു ടൂണുണ്ടായിരുന്നു. മറ്റേ ലാസ്റ്റ് ഒരു അമ്മച്ചി ഇരുന്ന് പാടി. അമ്മച്ചി പാടിയപ്പോ അതിനകത്ത് നമ്മള് ലാസ്റ്റ് നിങ്ങൾ ഡാൻസ് കളിച്ചോ? അത് മറ്റേ അമ്മച്ചി പാടിയില്ലോ. അമ്മച്ചി പാടിയപ്പോ ഉണ്ടായിരുന്നോ? ഞാൻ വീഡിയോ എടുക്കുമ്പോ അതൊന്നും ശ്രദ്ധിക്കാറില്ലടാ. ഇവിടെ നല്ലേ നമ്മള് ചായ വെച്ച നമ്മളെ കറാമ. സബീലിന് നിങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ. സബീലിന്റെ വീഡിയോ വരുമ്പോ നിങ്ങൾ കണ്ടു നോക്ക്. വീഡിയോ വന്നു കേട്ടോ.
വിഷ്ണുവിന് ഇനിയും അടിക്കണോ? അവൈൽ മിൽക്കോ വെറൈറ്റി അവൈൽ മിൽക്കോ എന്താണ് വലുതാക്കണോ? വലുതാക്കി കുഞ്ഞു പിള്ളേര് ഓടി വന്നു. അംബാസഡറാണോ? അതിവിടെ ഇല്ലടാ. അങ്ങനെ നീ രാവിലെ സൂക്ഷിച്ചോ, വേറെ മൂടില്ല. നമ്മളിനി എപ്പോഴാ പോകുന്നത്? മറ്റല്ല അവിടെ നോമ്പ് തീർന്നിട്ടോ വേറെ പാട്ട് പാടറാ. അൽക്കൂസിലെ കരാമേ വന്നിട്ട് ഇവിടെ വന്ന് പാട്ട് പാടി നടക്കുന്നു വെറുതെ തേരാപ്പാര. പോട്ടെ. ഇടർക്കുമല്ലോ. നഗുമോ ഓർമ്മൂക്കനേ അങ്ങനൊന്നുമില്ല. എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അതുപോലെ ഞാൻ ആഴ്ചയിൽ വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് അടി വരും. ഇറങ്ങി പോവല് മേലെ ഈ വഴി വരരുതെന്നൊക്കെ. അത് കൊള്ളാലോ. അങ്ങടല്ല ഇങ്ങോട്ടൊന്ന്. ശരി എന്നാ പൊക്കോ ബൈ. അതുവഴി വഴിയുണ്ടോ? ഉണ്ട്, വഴിയുണ്ട്. പാട്ട് പാടി തകർക്കുവാണല്ലോ. ഞാൻ തിരിച്ചു വെക്കട്ടെ ക്യാമറ. നമ്മള് സൈക്കിളുകാരെ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ചവിട്ടുന്നത് നമ്മൾ ചവിട്ടി ഇങ്ങനെ സ്മൂത്ത് ആയിട്ടൊരു ഇത് വരുമ്പോഴായിരിക്കും ബ്രേക്ക് ഓടിക്കാൻ ഒരു സിനറി വരും. അതോടെ ആ ചവിട്ടി അതൊക്കെ പോകും. ഇവർക്ക് അറിയാലോ, തൊട്ടടുത്തല്ലേടാ. എനിക്കിനി വേണ്ട പാട്ട് കേട്ടണ്ടല്ലോ, നിങ്ങള് പാടിക്കൂ. നല്ല പാട്ടാണ്. നമുക്ക് ഏത് പാട്ടാ വേണ്ടേ? നിനക്ക് ഏത് പാട്ടാ വേണ്ടേ? ഹിന്ദി വേണം, മലയാളം വേണം, തമിഴ് വേണം. ഇതൊന്ന് കേട്ടിട്ടേ കൊച്ചാണ് വേണ്ട. ഇങ്ങോട്ടൊരു ചാഞ്ചാട്ടം.
പാട് 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 പാട്. വഴി എത്തി വന്നു നമുക്ക് ഭയങ്കര മാമലയൊന്നും ഈ കാലം ഫുട്ബോളല്ല. പുലികൾ പുലികൾ എന്നാ വേണ്ട ഈ പുയ്യു ഞാൻ പുലി. അന്നിക്കാക്ക പുയ്യു. നാളെ എന്തോ വലുത് വരാനിരിക്കും. അങ്ങനെ നമ്മൾ മെട്രോ കയറി തിരിച്ചു പോകുന്നു ഗൈസ്. ദുബായ് മോളിൽ ദുബായ് മോൾ. അങ്ങനെ നമ്മൾ കരാമയിലൊക്കെ പോയി. പക്ഷെ ഫുഡ് ഫെസ്റ്റ് ഇന്നലെ കഴിഞ്ഞു പോയി, അതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു, നല്ലൊരു വൈബായിരുന്നു. ഇനിയും ഞങ്ങൾ ഇതുപോലെ പോകും, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു അറ്റ്മോസ്ഫിയർ. ഞങ്ങൾ അധികം ആളുകളുമായിട്ട് ഇങ്ങനെ പോകാറില്ല, പക്ഷെ പോയതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ ഇനിയും ഇതുപോലെ പോകും എന്നാണ് പറയുന്നത്. അപ്പം വീഡിയോസ് ഇനിയും ഇതുപോലെ വരുന്നതായിരിക്കും. ലെനിസൊക്കെ ഇനിയും നമ്മൾ എവിടെയൊക്കെ പോകും? ഇനി അങ്ങേര് റൂമിൽ പോയി കിടന്നുറങ്ങും. പക്ഷെ ഞങ്ങൾ ഇനിയും ദുബായ് മുകളിലൊക്കെ പോകും. ബാക്കി നാളെ അയ്യോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറടാ, ലൈക്ക് സബ്സ്ക്രൈബ് ബെല്ല് ബെല്ലടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ ചെയ്യുക എല്ലാരും. യാത്രയില്ല. 44ാമത്തെ വട്ടം. ഓക്കെ ഗൈസ്, ബൈ. അപ്പൊ ബൈ ബൈ. ഞാൻ